CPM തോന്നുന്ന രീതിയിൽ തന്നെ അവർ കൃത്യമായിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഏകദേശം ഒരു 62ഓളം നിയോജക മണ്ഡലങ്ങൾ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ 62 സീറ്റ് നേടാനായിട്ട് LDFന് കൃത്യമായിട്ട് സാധിക്കും. ഈ 4 സ്ഥലത്തും കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യമായിരുന്നു. ഈ പ്രശ്നങ്ങളെയൊക്കെ അവലോകനം ചെയ്ത് പരിഹരിച്ച് മുൻപോട്ട് പോകാനായിട്ട് UDF നേതൃത്വത്തിന് സാധിക്കാത്ത പക്ഷം UDFന്റെ അവസ്ഥ ഏറെ പരിങ്ങലിലായിരിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. നമസ്കാരം, വൈറ്റ്സ്മൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF ഒരു നല്ലൊരു വിജയം നേടിയിരിക്കുകയാണ്. ലഡുവും കഴിച്ചായിരുന്നല്ലോ. അതെ, കഴിച്ചായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി തോന്നുന്നല്ലേ? ചെറിയ നിലമ്പൂർ വിജയിച്ചോടുകൂടി പറഞ്ഞു. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. UDF അധികാരത്തിലേക്ക് എത്തുമോ എന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 2026 UDFന്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? എങ്ങനെയായിരിക്കും UDFന്റെ ഒരു സാധ്യത? ഈ 2008 നടന്നൊരു മണ്ഡല പുനഃക്രമീകരണമുണ്ട്. അത് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ CPM തോന്നുന്ന രീതിയിൽ തന്നെ അവർ കൃത്യമായിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഏകദേശം ഒരു 62ഓളം നിയോജക മണ്ഡലങ്ങൾ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നിഷേധ വോട്ടുകൾ വന്നാലും ഈ ഭരണവിരുദ്ധ വികാരം വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ 62 സീറ്റ് നേടാനായിട്ട് LDFന് കൃത്യമായിട്ട് സാധിക്കും. ഈ 62 സീറ്റ് കൂടാതെ അതിൽ നിന്ന് കുറച്ച് സീറ്റുകൾ കൂടി, അതായത് ഒരു 9 സീറ്റുകൾ കൂടി അഡീഷണൽ നേടിക്കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ച് LDFന് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കും. ഈ മണ്ഡല പുനഃക്രമീകരണം നടത്തുന്ന സമയത്ത് അവരുടെ കൂടെ ഇല്ലാതിരുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത്. ഈ കേരള കോൺഗ്രസ് M ഒക്കെ മധ്യ കേരളത്തിൽ അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ്, വോട്ട് ബാങ്ക് ഉള്ള പാർട്ടി തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI, CPIM എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയ്ക്കൊന്നുമില്ല എങ്കിൽ തന്നെ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത്. അപ്പോൾ ആ കേരള കോൺഗ്രസ് M ഒക്കെ ഇപ്പോൾ ഉള്ളത് LDFനാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അത്രയും ഒരു സ്വാധീനമോ അതോ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നതാണ്. അവർക്ക് ഇപ്പോഴും അവർക്കൊരു 5 MLA-മാരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ ഈ പല മണ്ഡലങ്ങളിലും മധ്യ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഏറ്റുമാനൂർ സീറ്റിലൊക്കെ VN വാസവൻ ജയിച്ചു കയറിയത് പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് M-ന്റെ പിന്തുണയോട് തന്നെയാണ്, അതല്ലാതെ അല്ല. അതിന് മുമ്പ് സുരേഷ് കുറുപ്പൊക്കെ വിജയിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില മണ്ഡലങ്ങളിൽ, പിന്നോക്കം നിൽക്കുന്ന ചില മണ്ഡലങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ RJD UDFലായിരുന്നു. പിന്നീടാണ് അവർ LDFലേക്ക് പോകുന്നത്. 2008 എനിക്ക് തോന്നുന്നു RJD LDF തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് RJD UDFലേക്ക് വരികയും പിന്നീട് വീണ്ടും തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. ആ കടമ്പ എങ്ങനെ അതിജീവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്, ഒരുപാട് കരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ PV അൻവറിന്റെ ഒക്കെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും നൈമിഷികം മാത്രമാണ്. ആ അടച്ച വാതിലൊക്കെ ഉറപ്പായിട്ടും PV അൻവറിന്റെ മുമ്പിൽ തുറക്കേണ്ടതായിട്ട് തന്നെ വരും. അതിലൊരു തർക്കവും വേണ്ട. കാരണം അല്ലാതെ UDFന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ UDFനകത്ത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പിന്നെ RSPക്ക് ചില സ്ഥലങ്ങളിലും ഒക്കെ പ്രവർത്തകർ ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നതൊക്കെ നേതാക്കന്മാരുടെ പാർട്ടിയാണ്, അണികളില്ലാത്ത പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പാർട്ടിയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് 2026 UDF വിജയത്തിലെത്തുക എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ കലുഷിതമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് 20,000-ഓളം വോട്ട് തൻ്റെ സ്വന്തം വ്യക്തിത്വം കൊണ്ട് നേടിയെടുത്തുള്ള PV അൻവറിനെയൊക്കെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഇരുന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളമൊക്കെ കുടിച്ച്, ഈ ചൂടത്തൊന്നും സംസാരിക്കരുത്, ഒരു ഗ്ലാസ് പച്ചവെള്ളമൊക്കെ കുടിച്ച് വികാരമൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് വിവേകം ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ PV അൻവറിനെയൊക്കെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് വാസ്തവം. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എറണാകുളം ജില്ല കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. തർക്കമൊന്നുമില്ലല്ലോ, ഒരു തർക്കമില്ലല്ലോ. ഇവിടുത്തെ 14 നിയോജക മണ്ഡലങ്ങളും വേണമെങ്കിൽ കോൺഗ്രസിന് ജയിച്ചു കയറാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് 2021 വൈപ്പിനിലും അതോടൊപ്പം തന്നെ കൊച്ചിയിലും കുന്നത്തുനാടും കോൺഗ്രസ് പരാജയപ്പെട്ടു, കോതമംഗലത്തും കോൺഗ്രസ് പരാജയപ്പെട്ടു? ഈ 4 സ്ഥലത്തും കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യമായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ഇവിടെ സജീവമായിട്ടുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിലൊന്നും ഈ 2020 ഉണ്ടായിരുന്നില്ല, ആലുവയിൽ 2020 ഉണ്ടായിരുന്നില്ല, പറവൂര് വളരെ ചുരുക്കം ചില 2020 പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ
എറണാകുളം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും 2020 പാർട്ടിയുണ്ട്. അതോടൊപ്പം തന്നെ 2020 വോട്ട് ബാങ്ക് ഉണ്ട്. ഈ വോട്ട് ബാങ്ക് ആരെയാണ് ബാധിക്കുക? UDFിനെയാണ് ബാധിക്കുക. എറണാകുളം ജില്ലയിലെ ഏറ്റവും കോൺഗ്രസിന്റെ സുരക്ഷിതമായ മണ്ഡലങ്ങളാണ് എറണാകുളവും അതോടൊപ്പം തന്നെ അങ്കമാലി, തൃക്കാക്കര എന്നൊക്കെ പറയുന്നത്. തൃക്കാക്കരയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 15,000-ഓളം വോട്ടുണ്ട്. അങ്കമാലിയിൽ റോജി എം ജോണിനെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷത്തിലൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അങ്കമാലിയിൽ 2020 കൃത്യമായൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ള കാര്യത്തെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമോ? ഈ അങ്കമാലിയിൽ 2020 സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ അങ്കമാലി സ്വദേശിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ അങ്കമാലി സ്വദേശിയായിട്ടുള്ള വ്യക്തി ചാർലി പോൾ അവിടെ മത്സരിക്കുന്നതിന് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ റോജി എം ജോണിനെതിരെ ഇപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പലരും അങ്കമാലി എതിരഭിപ്രായമുള്ള ആളുകളാണ്. കാരണം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാല് വരും, കാരണം മറ്റൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അങ്കമാലിയിൽ റോജി എം ജോൺ മത്സരിക്കുകയും അതിനെതിരെ 2020 ഒരു സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് ചാർലി പോൾ വരികയും LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അങ്കമാലിയിൽ സുപരിചിതനായിട്ടുള്ള ഒരു നാട്ടിലെ പയ്യൻ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്കമാലിയുടെ സ്ഥിതി എന്താവും? 15,000 വോട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള, ഈ 15,000 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 12,000 വോട്ട് ആരുടെ ആയിരിക്കും? ഈ കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും. ഈ 12,000-ഓളം കോൺഗ്രസ് വോട്ടുകൾ അവിടെ മറിയപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ റോജി എം ജോണിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ ചിന്തിച്ചു വരിക. ഇത് വൈപ്പിൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് കാൽക്കുലേഷൻ മാത്രമാണ്. ഈ കാൽക്കുലേഷൻ നിലമ്പൂരിലും ഇടതുപക്ഷം പ്രയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. പക്ഷെ അവരുടെ കാൽക്കുലേഷൻ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായ ഒരു കാൽക്കുലേഷൻ മാതിരിയല്ല. നിലമ്പൂർ ഏറ്റവും വലിയൊരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ LDFിന്റെ വോട്ടുകൾ പോലും UDF അല്ലെങ്കിൽ അൻവറിനോ പോയിട്ടുണ്ട്. ഇല്ല, LDFിന്റെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൻവറിന് കിട്ടിയ വോട്ടുകൾ മുഴുവനും UDFിന് കിട്ടേണ്ട വോട്ടുകളല്ലല്ലോ. അല്ല, അത് ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളാണ്. ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളുണ്ട്. വളരെ ചുരുക്കം വോട്ടുകൾ മാത്രമാണ് LDFിന്റെ പാളയത്തിൽ നിന്ന്. ചുരുക്കം ചില വോട്ടുകൾ എന്ന് പറയുമ്പോൾ ആ ചുരുക്കം ചില ആളുകൾ മാറി ചിന്തിച്ചു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. വളരെ ചുരുക്കം ചില ആളുകൾ. കാരണം അതായത് അദ്ദേഹം 9 വർഷത്തോടെ MLA ആയിട്ടിരുന്ന വ്യക്തിയാണ്. കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ടല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും 2011 LDF സ്ഥാനാർത്ഥി മത്സരിച്ചിരിക്കുന്ന സമയത്ത്, അതായത് സ്വാധീനമില്ലാത്ത ഒരു LDF സ്ഥാനാർത്ഥി മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് 2011 അത് 60,000 വോട്ടാണ്. ആ 60,000 വോട്ടിൽ നിന്ന് താഴേക്ക് പോകണമായിരുന്നു. അല്ലെങ്കിൽ 29,000 വോട്ടാണ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ LDFിന് കിട്ടിയത്. പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്നു. വളരെ ശുഷ്കമായ വോട്ടാണ് LDFിന് കിട്ടിയത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 66,000 വോട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റത്തില്ല. അതോടൊപ്പം 2011 അവസാനമായിട്ടൊരു LDF സ്ഥാനാർത്ഥി, ഈ സ്വാധീനമില്ലാത്തതിന് ആ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, PV അൻവർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് LDF കൊണ്ടുപോയ ഒരു നേതാവാണ്, ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് കോൺഗ്രസിനകത്ത് സ്വാധീനമുള്ള, വോട്ട് ശേഖരിക്കാൻ സ്വാധീനമുള്ള ഒരാളെ LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് കൊണ്ടാണ് LDF അവിടെ വിജയിച്ചത്. അതൊരിക്കലും ഒരു LDF മണ്ഡലമല്ല നിലമ്പൂർ എന്ന് പറയുന്നത്. നിലമ്പൂർ എന്ന് പറയുന്നത് തികച്ചും UDF അനുകൂല മണ്ഡലമാണ്. 35 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് MLA ആയിട്ടിരുന്നുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിലമ്പൂർ ഒരിക്കലും ഒരു LDF മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ 60,000-ന് താഴേക്ക് വോട്ട് പോകണമായിരുന്നു. പക്ഷേ 60,000-ന് താഴേക്ക് വോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, വോട്ട് 66,000-ലേക്ക് എത്തി. 6,000 വോട്ടിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നടന്നിട്ടുള്ളത് കക്ഷികൾ തമ്മിലുള്ള മത്സരമാണ്. UDF, LDF, പിന്നെ കുറച്ചൊക്കെ വോട്ട് സ്വാധീനിക്കാനായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്ക് സാധിച്ചു. അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും നിലമ്പൂർ ചർച്ചയായിട്ടുമില്ല, ചർച്ചയാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ UDFിനെ സംബന്ധിച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ പാർട്ടികൾ, ഈ ചെറിയ പാർട്ടികൾ വലിയ പ്രതിരോധത്തിലാക്കും UDFിനെ എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. ഇതിനെയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ പ്രശ്നങ്ങളെയൊക്കെ അവലോകനം ചെയ്ത് പരിഹരിച്ച് മുൻപോട്ട് പോകാനായിട്ട് UDF നേതൃത്വത്തിന് സാധിക്കാത്ത പക്ഷം UDFിൻ്റെ അവസ്ഥ ഏറെ പരിങ്ങലിലായിരിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലയും എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന കാര്യം കൃത്യവും വ്യക്തവുമാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുണ്ടറ പിടിച്ചു. കുണ്ടറ എന്നൊക്കെ പറഞ്ഞ LDFിൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളൊക്കെ വീണ്ടും തിരിച്ചു പഠിക്കുന്ന ഒരു സാഹചര്യം LDFിന് ഉണ്ടായിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ കരുനാഗപ്പള്ളി LDF മണ്ഡലമാണെങ്കിലും CR മഹേഷ് തൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ആ സീറ്റിനെ എടുത്തു കഴിഞ്ഞു. ഇനി ആ സീറ്റിനൊരു ഇളക്കം തട്ടത്തില്ല. പക്ഷേ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ അതിന് അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, കോൺഗ്രസിന് അല്ലെങ്കിൽ UDF മുന്നണിക്ക് 2026 അധികാരത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ആ കടമ്പകളൊക്കെ കടക്കണമെന്നുണ്ടെങ്കിൽ ഈ വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് വേണ്ടത്. വികാരപരമായിട്ട് നിലപാട് എന്നൊക്കെയുള്ള പേരിൽ ഓരോ ആളുകളെ പോലും വോട്ട് ശേഖരിക്കാൻ പറ്റുന്ന, അതായത് കോൺഗ്രസിന് വോട്ട് ശേഖരിക്കാൻ പറ്റുന്ന മതേതര മുഖമുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ കോൺഗ്രസിന് 2026 അധികാരത്തിലെത്താൻ പറ്റത്തുള്ളൂ. അതല്ല എങ്കിൽ 2026 നമ്മൾ സംഭവിക്കാൻ പോയി, ഞാൻ പറഞ്ഞല്ലോ, ഈ 2020 നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. എറണാകുളം ജില്ലയിൽ
ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ആലുവ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണെന്നേ, പക്ഷേ അവിടെ 2020 സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ കളം മാറും. ഇപ്പോൾ ഒരുപക്ഷെ പറയായിരിക്കും 2026 2020 മത്സരിക്കുമ്പോൾ അതൊന്നും ഇത്ര വലിയ പ്രാധാന്യമില്ല എന്നൊക്കെ പറയായിരിക്കും. കാരണം UDF അല്ലെങ്കിൽ LDF എന്നൊരു ഓപ്ഷനിലേക്ക് തന്നെ ജനങ്ങൾ പോകുമെന്ന് പറയാം. ഒരിക്കലും പോകത്തില്ല. ജനങ്ങളെ സംബന്ധിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിൽ കുറേ തീരുമാനങ്ങളുണ്ട്. UDF വന്നാൽ എന്ത് കാര്യം, LDF വന്നാൽ എന്ത് കാര്യം എന്ന് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് 2020 പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് നേടും. ആ വോട്ട് UDFനെ വൻ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ്? സമാന മനസ്കരായിട്ടുള്ള ഇതുപോലുള്ള പാർട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ UDFനകത്ത് ആകെ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയുന്ന 2-3 ഘടകകക്ഷികളാണുള്ളത്. ബാക്കിയെല്ലാം ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ മാത്രം ആളുകളുള്ള പാർട്ടികളാണ്. ഈ പാർട്ടികളുടെയൊക്കെ ലക്ഷ്യം മറ്റെന്തൊക്കെയാണ്? ഭരണം കിട്ടുമ്പോൾ അതുവഴി എന്തെങ്കിലുമൊക്കെ ഡീൽ ചെയ്യുക, പണം സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ഘടകകക്ഷികളല്ല. ആശയപരമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള പാർട്ടികളൊന്നുമല്ല UDFന്റെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് 2026 വളരെ കരുതലോടുകൂടി UDF മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ UDFന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. അതോടൊപ്പം തന്നെ പിണറായി 3 ലോഡാവുകയും ചെയ്യും എന്നാണ് പറയാനുള്ളത്.